സൂര്യ സാറിന്റെ അമ്മയായിട്ടായിരുന്നല്ലോ. അതൊരു വലിയ കാര്യമാണല്ലേ. അത്രയും നാവ് പൊന്നായ പിന്നെ ഞാൻ എന്ത് ചെയ്യും. നല്ല നല്ല ക്യാരക്ടറുകൾ വരണം. പിന്നെ ഇപ്പം നമുക്കൊരു ആരോഗ്യം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അമ്മവേഷങ്ങളിലേക്ക് തളയപ്പെടുന്നതിൽ സങ്കടമുണ്ടോ? അമ്മവേഷങ്ങളെങ്കിലും തന്നാ മതി. അതെന്തായാലും. നമസ്കാരം, സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരുപാട് നല്ല സിനിമകളൊക്കെ ചെയ്ത് ഇപ്പൊ തമിഴിലൊക്കെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രമ്യ ചേച്ചി ഇന്ന് നമുക്കൊപ്പം ഉണ്ട്. ചേച്ചി നമസ്കാരം. ഇപ്പൊ കേരളത്തിൽ കാണാൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഫുൾ തമിഴ്നാടാണെന്ന് കേട്ടുള്ളതാണോ? അങ്ങനെയില്ല, അല്ല. അങ്ങനെ പറഞ്ഞിട്ട് ഇനി മലയാളത്തിൽ നിന്നുള്ള അവസരങ്ങൾ കുറഞ്ഞു പോകരുത് എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ സൂര്യ സാറിന്റെ കാർത്തിക് സുബ്രാജ് പടം റെട്രോ. അപ്പൊ അതിലെ ഒരു അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു മൊത്തത്തില്? അഭിനയത്തിന്റെ കാര്യത്തിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡമാൻ ആയിരുന്നു ഷൂട്ട്. 10-20 ദിവസം ഉണ്ടായിരുന്നു. സൂര്യ സാറുമായിട്ട് പുള്ളി എങ്ങനെയാണ് നമ്മള് ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഒക്കെ ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ. അതെ അതെ. ഓരോ ഷോട്ടും കഴിയുമ്പോഴത്തേക്കും വന്നിട്ട് നന്നായിരുന്നു, നന്നായിട്ട് ചെയ്തു, സെപ്പറേറ്റ് അറിയാൻ പറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചീനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്ക് മലയാളത്തിലാണ് കൂടുതൽ ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്, അത് തമിഴാണോ കുറച്ചുകൂടി നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി കംഫർട്ട് ആയിട്ട് തോന്നുന്നു? വർക്ക് ചെയ്യാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. രണ്ടും ഓക്കെയാണ്. അപ്പൊ അവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു ആൻഡമാനിൽ ഷൂട്ട്? അവിടെ ഒരു 10-20 ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ 20 ദിവസം ഷൂട്ടില്ലായിരുന്നു. ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. ബ്രേക്ക് മീൻസ് എനിക്ക് ഇല്ലാതെ ആ സമയത്ത് ഞാൻ അവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകും. ഓക്കെ. അപ്പൊ ഈ പടമൊക്കെ ഇറങ്ങിയതിന് ശേഷം കണ്ടതിന് ശേഷം എല്ലാവരും എന്താണ് പറഞ്ഞത് ചേച്ചിയുടെ ഒരു പെർഫോമൻസ്? ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ട് പലരും പെട്ടെന്നാണ് ഞെട്ടിയല്ലേ? പെട്ടെന്ന് അതും ഇത്രയും ഭയങ്കര കോമ്പിനേഷനും ഉണ്ടായിരുന്നു. പിന്നെ സൂര്യ സാറിന്റെ അമ്മയായിട്ടായിരുന്നല്ലോ. അതൊരു വലിയ കാര്യമാണല്ലേ. അത്രയും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആരാധകർ മലയാളത്തിലൊക്കെ ഉള്ള ഒരു തമിഴ് നടനാണ് സൂര്യ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും പുള്ളിക്കാരന്റെ ചില്ലിനൊരു കാതലാണെന്ന് തോന്നുന്നു. അത് കോയമ്പത്തൂർ ഷൂട്ട് ഉണ്ടായിരുന്നു. അന്നേരം ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നഴ്സിംഗ്. ആ സമയത്ത് ഞാനിങ്ങനെ വലിയൊരു 4th ഫ്ലോറിൽ ഗ്ലാസ് ഇതുണ്ട്, അതിൽ കൂടി നിന്ന് ഞാൻ ഷൂട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ റേസ് ചെയ്ത് ഇങ്ങനെ ഇതാക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് ശരിക്കും ആ സമയത്തൊന്നും വിചാരിച്ചു പോലും ഇല്ല അല്ലേ? ഇനി സൂര്യയുടെ നായിക അല്ലെങ്കിൽ മകള് സഹോദരി ഒന്നുമല്ല, സൂര്യയുടെ അമ്മയായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ചേച്ചിക്ക് ഏത് കഥാപാത്രം വഴങ്ങുന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കിട്ടുന്നത് അല്ലാതെ തമിഴിലും ഇനി തെലുങ്കിലും കന്നഡ ഹിന്ദി അങ്ങനെ 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 അങ്ങോട്ട് പോട്ടെ. ഇനിയിപ്പോ നാവ് പൊന്നായ പിന്നെ ഞാൻ എന്ത് ചെയ്യും ചേച്ചി? നാവ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ചേച്ചി നാവ് പൊന്നായ പ്രശ്നം ഗോൾഡിന്റെ വില ഇങ്ങനെ അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുണ്ട് ചേച്ചി. ഇനി വേറെ ഏതാണ് തമിഴിലെ പുതിയ പടം? തമിഴില് സൈറൻ അല്ല ഏതാണ്ട് അതുപോലെ തന്നെ ഞാൻ വായിച്ചായിരുന്നു. അത് വിക്രം പ്രഭു ഒരു ക്യാമിയോ റോൾ ചെയ്യുന്ന ഹീറോ വന്നിട്ട് പുതിയ ആളാണ്. ഹീറോയുടെ അമ്മയായിട്ടാണ്. അമ്മവേഷങ്ങളിലേക്ക് തളയപ്പെടുന്നതിൽ സങ്കടമുണ്ടോ? അമ്മവേഷങ്ങളെങ്കിലും തന്നാ മതി. അതെന്തായാലും ഞാൻ ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല. ഇപ്പോഴും നല്ല നായികയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളെ വെച്ചിട്ട് എങ്ങനെ ഇത്ര അടുത്ത് നിൽക്കുമ്പോ നമുക്ക് ഒരു ടീനേജ് ലുക്കൊക്കെയാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരാളെ വെച്ചിട്ട് എങ്ങനെയാണ് അമ്മയാക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒരു ആശ്വാസം, കവിയൂർ പൊന്നമ്മയൊക്കെ എത്രയോ ചെറുപ്രായത്തിൽ തന്നെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല. നല്ല നല്ല ക്യാരക്ടറുകൾ വരണം. പിന്നെ ഇപ്പം നമുക്കൊരു ആരോഗ്യം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് വരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ 60 വയസ്സുള്ള ക്യാരക്ടർ ചെയ്യുമ്പോഴും അതിനകത്ത് തെങ്ങ് കയറാനും വീടിന്റെ മണ്ട കയറാനും ഒക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നതല്ല. അങ്ങനെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യാൻ ഈ ആരോഗ്യം ഉള്ളപ്പോഴേ പറ്റത്തുള്ളൂ. ഈ അമ്മവേഷം നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് ചെയ്യാൻ പറ്റും. ചാടി മറിഞ്ഞ് ഭയങ്കര എനർജിക് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് നല്ല നല്ല ക്യാരക്ടറുകൾ വരണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ക്യാരക്ടറുകൾ വരട്ടെ. അപ്പൊ ഇനി ಇನ್ನೊಂದು പടമുണ്ട്, മറന്നുപോയോ? അത് ആദ്യത്തെ ഞാൻ ഓർമ്മിപ്പിച്ചു. എല്ലാം എനിക്ക് ഓർമ്മയില്ല. രാംപ്രകാശ് രായപ്പ ഡയറക്ടറിന്റെ തമിഴ് തന്നെയാണ്. ആരാണ് ഹീറോ? ആരാണ്? ഹീറോ സാറ് തന്നെയാണ്. പുള്ളി തന്നെയാണ്. ഹീറോയിൻ വന്നിട്ട് നമ്മുടെ രമേശ് സുമേഷ്, അതിനകത്തിലെ ദേവിക കൃഷ്ണനാണ് നായികയായിട്ട് അഭിനയിക്കുന്നല്ലേ. അതിലും നായകന്റെ അമ്മയാണ് ഞാൻ. നായകന്റെ അമ്മയാണ്. അത് ത്രൂ ഔട്ട് ക്യാരക്ടറാണ്.
അതും പെർഫോം ചെയ്യാനുള്ളത് ഉള്ളതാണ്. ഓക്കെ ഓക്കെ. ഷൂട്ട് സ്റ്റാർട്ടായി ഏകദേശം തീരാറായി. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ചേച്ചി പറഞ്ഞ പോലെ തന്നെ എല്ലാം ഭംഗിയായിട്ട് വരട്ടെ. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാവട്ടെ. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ ചേച്ചിക്ക് സാധിക്കട്ടെ. മലയാളികൾക്ക് മാത്രമല്ല, തമിഴിലും തെലുങ്കിലും കന്നഡ ഹിന്ദി ഞാൻ നേരത്തെ പറഞ്ഞ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.